ഹലോ. അപ്പോൾ ഇന്ന് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാ വീഡിയോകളും ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ വീഡിയോയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കുറച്ച് ഒരു ഡ്യൂറേഷൻ എടുത്തു. കാരണം നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം, മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു 4 മണിക്ക് ഞാൻ വീഡിയോയോ ഷോർട്സോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് കൊച്ചിന് വെക്കേഷൻ ടൈമൊക്കെ വന്നു. അപ്പോൾ ഓണം വെക്കേഷന് അവനുമായിട്ടൊക്കെ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പോസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പുതുതായിട്ട് ട്രെയിനിങ്ങിൽ പ്രത്യേകിച്ച് ലേണിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വരാത്തതാണ്. അപ്പോൾ പക്ഷേ ഞാനിത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്യൂറേഷനിൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, അതിനെപ്പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ. ബേസിക്കലി വേറൊന്നുമല്ല, പല ബിഗിനറായിട്ടുള്ള ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രശ്നത്തെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടേമിൽ പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അതിനുള്ള ഒരു ത്രെഡാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ ബേസിക്കലി വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റഡീസ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഇതിനോടൊപ്പം തന്നെ ഞാൻ പല സ്റ്റഡീസും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള സ്റ്റഡീസ് പലതും ചെയ്യുന്നുണ്ട്, ഇൻഡെപ്തായിട്ട് തന്നെ റിസർച്ച് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. ആ പാഷൻ ഇടയ്ക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് അത് റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലുള്ള ഒരു പ്രയോജനം ഉണ്ടായാൽ അത്രയും ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമ്മുടെ കണ്ടന്റിലോട്ട് പോകാം. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഓക്കെ, പക്ഷേ ഈ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തു, നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് മാർക്കറ്റ് അതിൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്തു, നമ്മുടെ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യാതായി മാറി. അതായത് ലോങ് ടേമിൽ നമ്മുടെ സ്ട്രാറ്റജീസ് ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ലോങ് ടേമിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസ്, ഇപ്പോൾ ഷോർട്ട് ടേമിൽ വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണെങ്കിലും ലോങ് ടേമിൽ അത് ലോസ് മേക്കിംഗ് സ്ട്രാറ്റജിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ലോങ് ടേമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡറായി നിലനിൽക്കാൻ പറ്റുന്നില്ല മാർക്കറ്റിൽ, അല്ലേ? ഇത് മിക്കവാറും ഒരു 95% ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇതിന് എങ്ങനെ ടാക്കിൾ ചെയ്യാം? എന്തുകൊണ്ടാണ് നമ്മുടെ സ്ട്രാറ്റജീസ് ലോങ് ടേമിൽ ബീറ്റായി പോകുന്നത്? പല റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ലോങ് ടേമിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി നമ്മുടെ സ്ട്രാറ്റജീസ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പോൾ ബേസിക്കലി അതിന് ചില ചെറിയ ഫാക്ടേഴ്സാണ്, ചെറിയ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂ എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി മാത്തമാറ്റിക്കലി പ്രൂവൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെറിവേഷനൊക്കെ ചെയ്ത് പ്രൂവൺ ആണോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ബേസിക്കലി ഇതൊരു സീറോ സം ഗെയിമാണ്. അതുപോലെ തന്നെ ഒരു പ്രോബബിലിറ്റി, റിസ്ക് റിവാർഡ് റേഷ്യോ, ഒരു സൈക്കോളജി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ, പ്രോബബിലിറ്റി, റിസ്ക് റിവാർഡ്, അതുപോലെ തന്നെ സൈക്കോളജി, ഇതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പോസിബിളാണ്. മനസ്സിലായോ? അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മുടെ സ്ട്രാറ്റജീസിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ട്രാറ്റജീസിൻ്റെ പ്രോബബിലിറ്റീസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാണ്, അത് നമ്മുടെ സൈക്കോളജിയെ ഫേവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ബേസിക് ലെവലിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സ്ട്രാറ്റജീസ് ഫെയിൽ ആവാനുള്ള ഒരു കാര്യം. ആ ഒരു കാര്യമാണിത്, മാത്തമാറ്റിക്കലി നമ്മൾ ആ സ്ട്രാറ്റജീസിനെ അപ്രോച്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുന്നില്ല. സാധാരണ ട്രേഡേഴ്സ് ഈ പ്രോബബിലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി ബാക്ക് ടെസ്റ്റ് ചെയ്യും, പിന്നെ മാനുവലി ചാർട്ട്സിൽ പോയി ടെസ്റ്റ് ചെയ്യും, പിന്നെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 3 ഇയർ 5 ഇയർ അല്ലെങ്കിൽ 1 ഇയർ പീരീഡിലുള്ള മാർക്കറ്റിനെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക. മാർക്കറ്റിനകത്ത് ഈ 3 ഇയറോ 5 ഇയറോ കൊണ്ട് മാർക്കറ്റിൻ്റെ എല്ലാ ബിഹേവിയറും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാർക്കറ്റിലൊരു 10 ഇയേഴ്സ് 20 ഇയേഴ്സ് ഒക്കെ നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും എക്കണോമിക്കലി ആയിട്ടുള്ള സൈക്കിൾസിൽ ഡിഫറൻസസ് മാർക്കറ്റിൽ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ ഈ 20, 15, 10 ഇയേഴ്സിൻ്റെയൊക്കെ ഡേറ്റ കിട്ടുക, അത് ചെയ്യുക എന്നുള്ളൊരു റീറ്റെയിൽ ട്രേഡേഴ്സിനെ
സംബന്ധിച്ച് എളുപ്പമല്ല, അതിനെ അനലിറ്റിക്കൽ ചെയ്തെടുക്കുക എന്നുള്ളതും എളുപ്പമല്ല. പലപ്പോഴും നമുക്ക് ആ രീതിയിലുള്ള ഡേറ്റ അത്രയും ഇൻഡെപ്തായിട്ട് മൈക്രോ ലെവലിലുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കണം എന്നും നിർബന്ധമില്ല. പക്ഷേ നമുക്ക് വേറൊരു രീതിയിൽ മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി അല്ല, നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രോബബിലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതെല്ലാം രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പോസിബിലിറ്റീസ് ഏതൊക്കെ രീതിയിലുണ്ടോ ആ പോസിബിലിറ്റീസിലുള്ള എക്സാമ്പിൾസ് ആയിട്ടുള്ള മാർക്കറ്റ് സിനാരിയോസിനെ എടുക്കുക. അതായത് ആ മാർക്കറ്റ് ആ രീതിയിൽ മൂവ് ചെയ്തേക്കുന്ന ചില ദിവസങ്ങൾ എടുക്കുക. നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രാഡേ അതിൻ്റെ ബേസിക്കലി ആയിട്ടുള്ള ചാർട്ട്സ് എടുക്കാം. എടുത്തിട്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത്, ആ ബിഹേവ് ചെയ്ത മാർക്കറ്റ് ആ രീതിയിൽ ബിഹേവ് ചെയ്തപ്പോഴും എൻ്റെ സ്ട്രാറ്റജി വർക്കായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പ്രോബബിലിറ്റിയിൽ, അപ്പോൾ ഈ ഒരു മെത്തേഡ്, ഇതൊരു മെത്തേഡാണ്. ബാക്ക് ടെസ്റ്റ് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് തെറ്റെന്നല്ല പറയുന്നത്, ചെയ്യാം, അത് ഡെഫിനറ്റ്ലി ചെയ്യണം, ചെയ്തിട്ടേ ചെയ്യാവൂ. പക്ഷേ അതിനേക്കാൾ മുന്നേ വളരെ ഈസി ആയിട്ട് ലോങ്ങർ ടേമിൽ മാർക്കറ്റിൻ്റെ ഒരു ഓവറോളായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു പിക്ചർ, നമ്മുടെ സ്ട്രാറ്റജി ഏത് രീതിയിൽ വർക്ക് ചെയ്യുമെന്നൊരു ഓവറോളായിട്ടൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണിത്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജിയെ ഈ ബാക്ക് ടെസ്റ്റോ ഫോർവേഡ് ടെസ്റ്റിങ്ങോ അതുപോലെ തന്നെ മാനുവലി ചെക്ക് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കണം, ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പോസിബിലിറ്റീസിലൂടെയാണ് മാർക്കറ്റിന് സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളത്. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ റിയലൈസേഷൻ പലർക്കും ഇല്ല. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ബേസിക്കലി മാർക്കറ്റിൽ ഇപ്പോൾ ഇൻട്രാഡേ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഡെയിലിയാണ് ചെയ്യുന്നതെങ്കിലോ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ട് പോവുക. അതല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ താഴെ ബെയറിഷായിട്ട് ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും മേ ബി മൂവ് ചെയ്യുക. ഇത് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, ഫസ്റ്റ് പോസിബിലിറ്റി, സെക്കൻഡ് പോസിബിലിറ്റി. ഇനി തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റീസും ഉണ്ട്. ഇനി അതൊന്നും അല്ലാതെ ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വലുതായിട്ട് മുകളിലോട്ട് കയറിയിട്ട് പിന്നെ അതൊരു സൈഡ് വേസ് മൊമെൻ്റം ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മാർക്കറ്റ് വീണിട്ട് പിന്നെ ഒരു സൈഡ് വേസ് മൊമെൻ്റം ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലേ, ഇങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഇനിയും വേറെ രീതികളിലുണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട്. മാർക്കറ്റ് ആദ്യം ഒന്ന് മുകളിലോട്ടൊന്ന് കയറി പോകുന്നു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു, അധികം കുറച്ച് താഴെ ഇറങ്ങി വന്നിട്ട് സൈഡ് വേസ് ആവാം. അതല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇതുപോലെ വീഴുന്നു, മാർക്കറ്റ് തിരിച്ച് പകുതി വരെ പോകുന്നു, അതിനുശേഷം പിന്നെയും സൈഡ് വേസ് ആകാം. അതല്ല, ഇനി മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി എക്സാക്ട് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു, മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാം. മാർക്കറ്റ് താഴോട്ട് വീണു, അത് കഴിഞ്ഞ് അത് തിരിച്ച് കയറിപ്പോയി എക്സാക്റ്റ് വീണ സ്ഥലത്ത് വന്നിട്ട് സൈഡ് വേസ് ആവാം. ഇനി ഇതൊന്നും അല്ലാതെ വി ഷേപ്പോ ഡബ്ല്യു ഷേപ്പോ മാർക്കറ്റ് വരെ ആവാം. പലപ്പോഴും ഇപ്പോൾ മാർക്കറ്റ് ആ രീതിയിലുള്ള ബിഹേവിയർ കാണിക്കുന്നുണ്ട്. വി ഷേപ്പ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വി ഷേപ്പ് മാത്രമല്ല, മാർക്കറ്റ് ഇതുപോലെ കയറിപ്പോയ മാർക്കറ്റ് അതും കട്ട് ചെയ്ത് താഴെ വന്നു, എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. അതുപോലെ മാർക്കറ്റ് താഴോട്ട് വീണു, മാർക്കറ്റ് കയറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ സൈഡ് വേസ് ആവാം. അതായത് അത് ഇറങ്ങാൻ തുടങ്ങിയ ലെവലിനേക്കാൾ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തു, ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും മൂവ് ചെയ്തു. ഇത് പക്ഷേ അധികം സംഭവിക്കാറില്ല, കുറച്ച് റെയറാണ്. റെയർ സിനാരിയോസിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. ഇങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് സംഭവിക്കാം. അല്ലേ, ഇത്രയും പോസിബിലിറ്റീസ് മാർക്കറ്റിൽ ഏകദേശം ഉണ്ട്. എല്ലാം കവർ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, ഏകദേശം ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, എറൗണ്ട് ഒരു 11, ഇതും കൂടെ ചേർത്ത് ഒരു 12 എന്ന് വിചാരിച്ചോളൂ. 12 രീതിയിൽ മാർക്കറ്റിന് ബിഹേവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മേജറായിട്ടുള്ള സമയങ്ങളിൽ ഈ 12 രീതിയിലല്ലാതെ മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ ഈ 12 രീതികളിൽ മാർക്കറ്റ് പല സമയങ്ങളിൽ മേ ബി അത് ഈ രീതിയിൽ ബിഹേവ് ചെയ്യാം. മേ ബി ഈ മാസം അതൊരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന മോഡലാണെങ്കിൽ അടുത്ത മാസം അതൊരു ലോ ബ്രേക്ക് ചെയ്യുന്ന മോഡലായിരിക്കും. അല്ലെങ്കിൽ പല ദിവസങ്ങളിലും മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും മാർക്കറ്റ് സംഭവിക്കുക. ഒരു ദിവസം കയറും, അടുത്ത ദിവസം ഇറങ്ങും, മേ ബി ഒരു മണിക്കൂർ കയറും, അടുത്ത മണിക്കൂർ ഇറങ്ങും, അങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. പക്ഷേ ഈ ഒരു പാറ്റേണിലായിരിക്കും, ഈ ഒരു ചാർട്ട് പാറ്റേൺസുകളായിരിക്കും, ഈ ഒരു 12 രീതികളിലായിരിക്കും മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുക. അപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി ഈ പറഞ്ഞിരിക്കുന്ന 12 ചാർട്ട് മൂവ്മെൻറ്റ് ടൈപ്പുകളിലും വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ 12 ചാർട്ട് ടൈപ്പ് മൂവ്മെൻറ്റിലും ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തെടുപ്പിക്കാൻ പറ്റില്ല, 12ലും പറ്റില്ല.
പക്ഷേ ഏകദേശം കുറേയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുപ്പിക്കാൻ പറ്റും. കുറേ ചാർട്ട് പാറ്റേണുകളിൽ വർക്ക് ചെയ്തെടുക്കാൻ പോസിബിലിറ്റി ഉള്ളതായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി. അപ്പോൾ ഈ 12ഉം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഈക്വൽ പോസിബിലിറ്റി ആണെന്ന് അസ്യൂം ചെയ്യാം. പലപ്പോഴും കണക്കിലൊരു അസംഷൻ ഉണ്ടല്ലോ, അതുപോലെ അസംഷൻ ചെയ്യാം. 12ഉം വരാൻ സാധിക്കാനുള്ള പോസിബിലിറ്റി ഈക്വൽ പോസിബിലിറ്റിയാണ് എന്നുള്ളത്. 12ഉം വരാനുള്ള ചാൻസസ് 50% ആണ്, അല്ലെങ്കിൽ 1 ഓരോന്നിനും നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത്. അങ്ങനെ 12 വെയിറ്റേജ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഈ 12ൽ 12 സിനാരിയോയിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്തു, സൂപ്പറായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്തു. പക്ഷേ ആ പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ 12 സിനാരിയോയിൽ നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ പറയും ഒരു 10 സിനാരിയോയിലോ ഒരു 8 സിനാരിയോയിലോ നിങ്ങൾ വിന്നിങ് ആയി എന്ന് തന്നെ വിചാരിച്ചോളൂ. 8 സിനാരിയോയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റി മാർക്കറ്റിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി പോകുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും സൈഡ് വേസ് ആകുമ്പോഴും കയറി സൈഡ് വേസ് ആകുമ്പോഴും ഇറങ്ങി സൈഡ് വേസ് ആകുമ്പോഴും ഇങ്ങനെ മാർക്കറ്റ് അതിൻ്റെ അതേ ലെവലിൽ വന്ന് സൈഡ് വേസ് ആയാലും കയറിപ്പോയി സൈഡ് വേസ് ആയാലും ഇങ്ങനെയുള്ള മെത്തേഡുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റി. 1-2 മെത്തേഡുകൾ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ W ഷേപ്പിൽ വർക്ക് ചെയ്തില്ല. ഇനി മാർക്കറ്റ് അത് ഇറങ്ങാൻ തുടങ്ങിയ ലെവലിനേക്കാൾ മുകളിൽ കയറി സൈഡ് വേസ് ആവുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. ഇനി കയറാൻ തുടങ്ങിയ പോസിബിലിറ്റിയേക്കാളും താഴെ വന്ന് സൈഡ് വേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്കൗട്ട് ആവുന്നില്ല. ഇങ്ങനെ ഒരു 3-4 ഏരിയയിൽ വർക്കൗട്ട് ആവുന്നില്ല, 4 മാർക്കറ്റ് പോസിബിലിറ്റീസിൽ വർക്കൗട്ട് ആവുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8/12 ആയി നിങ്ങളുടെ പ്രോബബിലിറ്റി അല്ലേ. 8/12 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 8/12 എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 4/6 ആണ്. 4/6 എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 എന്ന് പറയുമ്പോൾ അറൗണ്ട് 33% ആണ് അല്ലേ. എൻ്റെ കണക്ക് കറക്റ്റാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ 2/3 ആണ് അവിടെ മാർക്കറ്റിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉള്ളത്. 2/3 ആണ് നിങ്ങളുടെ പോസിബിലിറ്റി. എന്നാൽ 1/3 നിങ്ങൾക്ക് അവിടെ പ്രോബബിലിറ്റി ഇല്ല. 2/3യിൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഉണ്ട് താനും. അപ്പോൾ ഈ 2/3യിൽ പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറൗണ്ട് ഒരു 66%ഓളം വരും 2/3യുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഈ സ്ട്രാറ്റജിക്ക് ഈ പറയുന്ന 4 കണ്ടീഷനുകളിലല്ലാതെ ബാക്കി 8 കണ്ടീഷനുകളിലും നിങ്ങളുടെ സ്ട്രാറ്റജി മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രോബബിലിറ്റി 66% ആണ്. 66% നിങ്ങൾ പ്രോബബിലിറ്റി ഉണ്ട്. ഇനി ഇത് 1:1 റിവാർഡ് റേഷ്യോയിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. എന്നാൽ പോലും അവിടെ പ്രോഫിറ്റബിളാണ് അല്ലേ. സ്ട്രാറ്റജി 66%ൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ട്രേഡ് ചെയ്യുമ്പോൾ ആ 100 ട്രേഡിൽ 66 ട്രേഡും പ്രോഫിറ്റബിളാണ്. 1% ആണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വിചാരിച്ചോളൂ. ബാക്കിയുള്ള 34 ട്രേഡാണ് നിങ്ങൾക്ക് ലൂസിങ് ആയിട്ടുള്ള ട്രേഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 66 വിൻ ചെയ്തു, 1%ലാണ് നിങ്ങൾ വിൻ ചെയ്തേക്കുന്നത്. 34ൽ നിങ്ങൾ ലൂസ് ചെയ്തു, അവിടെയും 1%ലാണ് നിങ്ങൾ ലൂസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ റിട്ടേൺ എത്രയായിരിക്കും? നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് 32 ആയിരിക്കും. നിങ്ങളുടെ റിട്ടേൺ 32% റിട്ടേൺ 100 ട്രേഡുകൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി. നിങ്ങളതൊരു ഡേ ട്രേഡർ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. ഡെയിലി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അറൗണ്ട് നിങ്ങൾക്കൊരു 240-220 അടുപ്പിച്ച് ട്രേഡിംഗ് ഡേയ്സ് ആണ് ഒരു വർഷത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 100 ട്രേഡിൽ നിന്ന് 32% ആണെങ്കിൽ അത് ശരിക്കും 200 ട്രേഡ് ആകുമ്പോൾ നിങ്ങൾ 1:1 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് 64% അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ട്. ആ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലെ ഈ ഒരു കണ്ടീഷനുകളിൽ മാർക്കറ്റ് നിങ്ങളുടെ സ്ട്രാറ്റജി പല ടൈമുകളിൽ ഈ പറയുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾ ഈ പറഞ്ഞ 8 ആയിട്ടുള്ള 12 കണ്ടീഷനിൽ ഒരു 8 കണ്ടീഷനിലെങ്കിലും മീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ആയിട്ട് വേണം നിങ്ങളത് എൻഷുർ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഒരു ഇൻട്രാഡേ ടൈപ്പ് ട്രേഡിംഗ് സ്റ്റൈലാണെങ്കിൽ ഇൻട്രാഡേ ചാർട്ട് എടുക്കുക. ഇതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്ന ചാർട്ട് പാറ്റേണുള്ള ദിവസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുക എന്നുള്ളൊരു സിമുലേഷൻ എല്ലാം ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മളിവിടെ ചെയ്തൊരു ഓവറോൾ ആയിട്ടുള്ളൊരു പ്രോബബിലിറ്റി ടെസ്റ്റാണ്. ഈ ഓവറോൾ പ്രോബബിലിറ്റി ടെസ്റ്റിൽ 66% നമുക്ക് കിട്ടി. ഇനി അത് നാരോ ഡൗൺ ചെയ്യുന്ന പ്രോബബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ബാക്ക് ടെസ്റ്റ് ആവാം, ഫോർവേഡ് ടെസ്റ്റ് ആവാം. നിങ്ങളത് മാനുവലി ചാർട്ടിൽ പോയി നിങ്ങളുടെ സ്ട്രാറ്റജി, എൻട്രി, എക്സിറ്റ് പോയിൻ്റ് ഇതെല്ലാം വെച്ച് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യമാവും. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
പ്രോബബിലിറ്റി എത്രയാണെന്ന്. ഈ പ്രോബബിലിറ്റിയെ ബീറ്റ് ചെയ്യാൻ മാർക്കറ്റിന് എളുപ്പത്തിൽ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്തു. മാർക്കറ്റ് ഈ 5 വർഷമാണെങ്കിലും 10 വർഷമാണെങ്കിലും 20 വർഷമാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാർക്കറ്റ് പാറ്റേണുകളിലായിരിക്കും മൂവ് ചെയ്യുക, അല്ലേ? പക്ഷേ അവിടെ ഒരു ചെക്ക് പോയിന്റ് നിങ്ങൾക്കുണ്ട്. ആ ചെക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ 8 രീതിയിലുള്ള മെത്തേഡുകളിൽ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി മാർക്കറ്റ് 8-ലല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു മെക്കാനിസത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് കോഷ്യസ് ആയിട്ട് ട്രേഡ് പോസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് മാത്തമെറ്റിക്കലായിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ പലപ്പോഴും ആൾക്കാർ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലോങ് ടേം ആയിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഈ പ്രോബബിലിറ്റി നമ്മൾ പ്രോബബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് വേണം നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കാനായിട്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ ഇവിടെ 66% പ്രോബബിലിറ്റി ഉള്ള സ്ട്രാറ്റജി ആണെങ്കിൽ 1:1 ഫൈനാണ്. 2:1 2 റിവാർഡും 1 റിവാർഡും ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഭയങ്കര റിട്ടേൺ തരുന്ന ഒരു സാധനമായി മാറും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാൽ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ ഒരു സ്ട്രാറ്റജിയൊക്കെ സെറ്റ് ചെയ്തു, അപ്പോൾ അതൊരു 95% വിന്നിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് വിചാരിച്ചോളൂ. 95% പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഉള്ളൊരു സ്ട്രാറ്റജിയാണെന്ന് വിചാരിച്ചോളൂ. അതിൽ നിങ്ങൾക്ക് 2:1 റിസ്ക് റിവാർഡ് റേഷ്യോ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ചെയ്യുന്നത് 2ഉം വിൻ ചെയ്യുന്നത് 1ഉം എന്നുള്ള രീതിയിൽ റിസ്ക് റിവാർഡ് എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 100 ട്രേഡ് നടത്തുമ്പോൾ അവിടെ 95 വിന്നിങ് ആയിട്ടുള്ളൂ, 5 ട്രേഡ് മാത്രമേ അവിടെ ലൂസിങ് ആയിട്ടുള്ളൂ. അപ്പോൾ 95 വിൻ ചെയ്യും. നിങ്ങൾ 1% റിവാർഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ 1% റിസ്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 1:2 എന്നുള്ള 2:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 95 ട്രേഡ് വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 95% ആണ് അവിടുത്തെ റിട്ടേൺ. ഇനി 2 അതായത് ലൂസിങ് ആയിട്ടുള്ള 5 ട്രേഡ്സ് ഉണ്ടല്ലോ, ലൂസിങ് ആയിട്ടുള്ള 5 ട്രേഡിന് 2% വെച്ച് ലൂസ് ചെയ്യുമ്പോൾ ശരിക്കും 10% ആയി. എന്ന് പറയുമ്പോൾ 95 - 10 എന്ന് പറയുന്നത് 85 ആണ്. അപ്പോൾ 85 ആയിരിക്കും നിങ്ങളുടെ നെറ്റായിട്ടുള്ള റിട്ടേൺ വരിക. പക്ഷേ അവിടെയും ഓക്കെയാണ്, കാരണം 95 ആണ് നിങ്ങളുടെ പ്രോബബിലിറ്റി. അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ലൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 2% ലൂസ് ചെയ്താലും പ്രശ്നമില്ല, 1% വിൻ ചെയ്താൽ മതി. എങ്കിലും നിങ്ങളവിടെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ മാത്തമെറ്റിക്കലായിട്ടുള്ള പ്രോബബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് റിസ്ക് റിവാർഡ് എത്ര വേണം എന്ന് ആലോചിച്ച് റിസ്ക് റിവാർഡ് മാർക്കറ്റ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ റിസ്ക് റിവാർഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തിനകത്ത് വരുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈക്കോളജി. നിങ്ങൾക്കറിയാമല്ലേ, ഓരോരുത്തരുടെയും ട്രേഡിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ സ്ട്രാറ്റജിയും എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലർക്കും പല രീതിയിലായിരിക്കും, പല ട്രേഡിംഗ് സ്റ്റൈൽസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണ്, നിങ്ങളുടെ കൺവീനിയൻസ് എന്താണ്, നിങ്ങളൊരു പാർട്ട് ടൈം ട്രേഡറാണോ ഫുൾ ടൈം ട്രേഡറാണോ, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാർക്കറ്റിലെ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിന് അനുസരിച്ചിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസിന് അനുയോജ്യമായ രീതിയിലുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സ് പതുക്കെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ തന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ വരുമ്പോൾ നിങ്ങൾ ഈ ട്രേഡിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. കാരണം എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് മേ ബി പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു മെൻ്റൽ ടെൻഷൻ സ്ട്രെസ്സ് നിങ്ങൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനോ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഒക്കെ ഒത്തിരി ടൈം എനർജി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ടൈം എനർജിക്കുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഒരു ഫീലിംഗ് നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കിടയിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് കൂടെ മനസ്സിലാക്കി നിങ്ങളുടെ സൈക്കോളജിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്തൊരു സ്ട്രാറ്റജിയും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒരു ലോങ്ങർ ടേമിൽ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാം. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ തീർന്നു, പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും കൂടെ നോക്കണം. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ വരുന്നത്. ഒന്ന്, മാത്തമെറ്റിക്കലായിട്ട് ഒരു പ്രോബബിലിറ്റി ചെയ്യുക, റിസ്ക് റിട്ടേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു ട്രേഡിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം പലപ്പോഴും പല സ്ട്രാറ്റജീസിനും വരുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്ട്രാറ്റജി എല്ലാം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും, സ്ട്രാറ്റജി എല്ലാം സെറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ സ്ട്രാറ്റജിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് കാണില്ല. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യില്ല. അവർ സ്ട്രാറ്റജി ഉണ്ടാക്കി ട്രേഡ് ചെയ്തു, പ്രോഫിറ്റ് വന്നു. ഇനി ലോസ് വരുന്ന ദിവസങ്ങളാണെങ്കിൽ അവർ പതുക്കെ ആ സ്ട്രാറ്റജി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു സ്ട്രാറ്റജി പിടിക്കാൻ പോകും. അപ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണ്, അയാൾ ഈ സ്ട്രാറ്റജിക്ക് അത് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അതിനകത്ത് സ്ട്രെങ്തും വീക്ക്നെസ്സും കാണും, അല്ലേ? സ്ട്രെങ്തും വീക്ക്നെസ്സും കാണും. വീക്ക്നെസ്സിനെ മൈനസ് ചെയ്യുക, സ്ട്രെങ്തിനെ മാക്സിമൈസ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അപ്പോഴേ നമുക്ക് ആ സ്ട്രാറ്റജിയിൽ മാസ്റ്ററിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതൊരു സൈഡാക്കിയിട്ട് നമ്മുടെ ഇപ്പോൾ വർക്കിംഗ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഒരു സൈഡാക്കിയിട്ട് വേറൊരു പുതിയൊരു സ്ട്രാറ്റജി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മളൊരു ബിഗിനറാണ്. നമ്മളത് സ്റ്റാർട്ടിങ് മുതൽ ലേണിംഗ് കർവ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് പകരം ചെയ്യാനുള്ളത് നിങ്ങളുടെ സ്ട്രാറ്റജിക്കകത്ത് ചെറിയ ചെറിയ ട്വീക്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ഒരു 1, 2, 3 വർഷം കൊണ്ടൊക്കെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ പൊസിഷനൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രാറ്റജിക്കകത്ത് ട്വീക്കിംഗ് എല്ലാം ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ റിവ്യൂ എല്ലാം ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ട്വീക്കിങ്ങുകൾ മാത്രം സ്ട്രാറ്റജിയിൽ ചെയ്യുക, ബേസ് സ്ട്രാറ്റജി അത് തന്നെയായിട്ട് കീപ്പ് ചെയ്യുക. അതിനകത്ത് ഫണ്ടമെൻ്റലി സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം, അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻറ്റയർലി സ്ട്രാറ്റജിയെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ആലോചിക്കുക. അല്ലാതുള്ള കേസുകളിൽ എന്തെങ്കിലും ചെറിയ ട്വീക്കിംഗ് കൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജിയെ പ്രോഫിറ്റബിളാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജിയിൽ വലിയൊരു റിയലൈസേഷൻ ഉണ്ടാവും. നിങ്ങൾ ആ സ്ട്രാറ്റജിയിൽ മാസ്റ്റർ ചെയ്യും. നമ്മളൊരു ബ്രൂസ്ലി പറഞ്ഞൊരു കാര്യമില്ലേ, എക്സാക്റ്റ് ആയിട്ടുള്ള വേർഡിംഗ് അല്ല, ഏകദേശം ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ബ്രൂസ്ലി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 1000 ടൈപ്പ് കിക്കുകൾ പരിശീലിച്ച ഒരാളെ എനിക്ക് പേടിയില്ല. പക്ഷേ ഒരു കിക്ക് തന്നെ 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ പരിശീലിച്ച ഒരാളെ എനിക്ക് പേടിയാണ്. അത് തന്നെയാണ് ഇവിടെയും. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഉണ്ടാവണമെങ്കിൽ, ഒരു പ്രോഫിറ്റബിളായി ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എഡ്ജ് ഉണ്ടാവണം. ഈ എഡ്ജ് തരുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എഡ്ജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രാറ്റജിയെ കണ്ടിന്യൂസ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് സ്ട്രാറ്റജിയിൽ നിങ്ങൾ നിൽക്കുക, അത് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യുക. പക്ഷേ കണ്ണുമടച്ച സ്ട്രാറ്റജിയിൽ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. സ്ട്രാറ്റജിയെ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യുക, ചെറിയ ചെറിയ സ്മോൾ ട്വീക്സ്, മാർക്കറ്റ് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകുന്നതനുസരിച്ച് സ്ട്രാറ്റജികൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ സ്ട്രാറ്റജിയിൽ മാസ്റ്റർ ചെയ്യും, നിങ്ങളൊരു സൂപ്പർ പ്രോഫിറ്റബിൾ ട്രേഡറായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കും. ഈ 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നൊരു കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ ഉറപ്പായും പറ്റും, ഷുവറായും പറ്റും. പക്ഷേ ഇത് എളുപ്പമുള്ള കാര്യമല്ല. കൺസിസ്റ്റൻ്റായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആവശ്യമുള്ള കാര്യമാണ്. വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മാർക്കറ്റിനെ ഫോളോ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഇനിയും കാണാൻ വേണ്ടി ശ്രമിക്കൂ, റിപ്പീറ്റഡായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും. റിപ്പീറ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇൻസൈറ്റ് ഡെഫിനറ്റ്ലി ഈ വീഡിയോയിൽ ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള നോളജ് ലെവൽ വെച്ച് നിങ്ങൾ ഈ വീഡിയോ ഇന്നാണ് കാണുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്കൊരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇനി നിങ്ങളൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ 1 മാസം ട്രേഡ് ചെയ്തു, അതിനുശേഷം ഒന്നും കൂടി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഇൻസൈറ്റ് വേറെ ആയിരിക്കും. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അത് ആ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഗ്രാജുവലി ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ അണ്ടർലൈയിങ് ആയിട്ടുള്ള നോളജിൽ നിന്നാണ് പല കാര്യങ്ങളും ഇൻഫർ ചെയ്തെടുക്കുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലേ. അതെ, അപ്പോൾ ഞാൻ ഈ ഒരു ബിഗിനറായിട്ടുള്ള ഒരാളാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മേ ബി അയാൾക്ക് ഒരു കാര്യവും മനസ്സിലാവണമെന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ, എന്നാൽ ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ഒരാൾക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലാവും. ഒരു എക്സ്പേർട്ടായ ആൾക്ക് മേ ബി പല കാര്യങ്ങളും ഈസി ആയിട്ട് ട്വീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് വീഡിയോസ് റിപ്പീറ്റഡായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ട് അതിൽ എന്തെങ്കിലും അഡീഷണൽ വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. അത് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഡെഫിനറ്റ്ലി വീഡിയോകൾ ചെയ്യാനായിട്ട് പ്രചോദനം തരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ബൈ ടാറ്റാ.